കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാൻ ചിന്താലേശന്റെ പരമ ഭക്തനായ സ്വാമി അശേഷാനന്ദ സരസ്വതി, അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. കാരണം മലയാളികളായിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. സപ്താഹത്തിലൂടെയും പത്ര പ്രഭാഷണത്തിലൂടെ മാനവ മനസ്സിനെ കൈയടക്കിയ ആളാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനാണ്. അദ്ദേഹമാണ് ഇന്ന് ഭഗവാനെ കുറിച്ചും നമുക്ക് സപ്താഹം നടക്കാൻ പോവുകയാണ്. സപ്താഹം നടക്കുമ്പോൾ 7 ദിവസത്തെ ഓരോ ദിവസത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ലഘുവായിട്ട് ഭക്തർക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നമസ്കാരം സ്വാമിജി. അങ്ങ് ഭഗവാനെ കുറിച്ച് ഒരുപാട് അറിയാവുന്ന ആളാണ്. ഞാൻ അത്ര ജ്ഞാനമുള്ള ആളായതുകൊണ്ട് ഭക്തർക്ക് വേണ്ടി ഭഗവാനെ കുറിച്ച് പറയണം. അതിനൊപ്പം നമുക്ക് സപ്താഹത്തെ കുറിച്ച്. ഭഗവാനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. ഭഗവാൻ ഒരു അനുഭൂതിയാണ്. ഭഗവാനെ കാണുന്നത് തന്നെ വലിയൊരു ആനന്ദാനുഭവമാണ് എനിക്ക്. 2005 ഭഗവാനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ആ സാന്നിധ്യം തന്നെ നമുക്ക് മനസ്സിൽ ചിന്തയില്ലാണ്ടാക്കും. അതിനുശേഷം എന്തോ ഈ ഭാഗവതം എടുത്തതിന് ശേഷമാണ്, ഭാഗവതം ആണ്, ഗുരുവായൂരപ്പനാണ് എന്നെ ഇങ്ങനെയുള്ള മഹാന്മാരുടെ അടുത്തേക്ക് ധാരാളം കൊണ്ടുപോയിട്ടുള്ളത്. മഹാത്മാക്കളുടെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ഞാൻ പഠിച്ചിട്ട് സംസ്കൃതം അറിയില്ല, അവരെ ഭൗതികമായ പഠിപ്പൊന്നുമില്ല. പക്ഷെ കുറേ മഹാന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയോ ഭഗവാൻ പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2005 തിരുവനന്തപുരത്ത് ഒരു ഭാഗവത നവാഹം നന്ദൻകോട് ദേവസ്വത്തിൻ്റെ ആ ഹാളിൽ നടക്കുന്നുണ്ടായി. ചിന്മയാമിഷൻ ഓർഗനൈസ് ചെയ്തത്. ആ സമയത്താണ് ഇവിടെ സെൻസസ് ബോർഡിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജയശങ്കർ സാറ് ദിവസം അവിടെ രാവിലെ ഒരു സെഷൻ കേൾക്കാൻ വരും. എനിക്കറിയില്ല. ലാസ്റ്റ് ദിവസം അദ്ദേഹം എനിക്കൊരു പുസ്തകം കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകം ഞാൻ എഴുതിയത് ഇവിടെ ഒരു മഹാത്മാവുണ്ട്, ആ മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. കുറച്ച് നേരം കൊണ്ട് ഭഗവാനെക്കുറിച്ച് അദ്ദേഹം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഭഗവാനെ കാണുന്നു. പക്ഷെ ഞാൻ അന്ന് തിരിച്ചു പോകാൻ ടിക്കറ്റ് ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ്. പെരുവസന്തോ പരിപാടിയില്ല. അപ്പോൾ അന്ന് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയിട്ട് അടുത്ത മാസം തന്നെ ഞാൻ വന്നു. ജയകുമാർ സാർ അദ്ദേഹം കൂട്ടിയിട്ട് പോയി. എൻ്റെ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി. അതാണ് ആദ്യത്തെ ഭഗവാന്റെ ദർശനം.
ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ചോദിക്കാണ്ട് തന്നെ ഭഗവാൻ തീർത്തു തരിക. അവിടെ ഇരുന്നാൽ മതി. പിന്നെ ഒരു ഹരിനാമ കീർത്തനം, ഒരു യജ്ഞം ചിന്മയാമേശ്വരൻ ഇവിടെ ഓർഗനൈസ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ വന്നാൽ ആദ്യം പത്മനാഭസ്വാമിയുടെ അങ്ങനെ അല്ല ആദ്യം പോവുക. എനിക്ക് പ്രത്യക്ഷമായി ജീവിച്ചിരിക്കുന്ന ദൈവമാണ് ഭഗവാൻ എന്നൊരു വിശ്വാസം കണ്ട മാത്രയിൽ തോന്നി. അതുകൊണ്ട് ആദ്യം ഭഗവാനെ പോയി തൊഴുത് നമസ്കരിച്ചിട്ട് പിന്നെയാണ് പത്മനാഭസ്വാമിയെ കാണാൻ പോകാറുള്ളത്. അതൊരു ഇതായിട്ടല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമാണ് അവിടെ. അപ്പോൾ അന്ന് എനിക്ക് ഈ ഹരിനാമ കീർത്തനത്തെക്കുറിച്ച് ഞാനൊന്നും ചോദിക്കണില്ല. ഭഗവാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. മോളക്ക് ഈശ്വരനെ സേവിക്കാൻ പറഞ്ഞു കൊടുത്തതാണ് എഴുത്തച്ഛൻ, അറിയോ? എന്നിട്ട് അതിലത്തെ ഓരോരോ ആശയങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇങ്ങനെ കണ്ടു തുറപ്പിക്കുക. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡയറക്റ്റായിട്ട് ഭഗവാനെ പലപ്പോഴും പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയാം. അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് കാര്യം. ഭഗവാന്റെ ചരിത്രം, ഭഗവാൻ അവിടെ ഉണ്ടായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ, ആൾക്കാർ ഉപദ്രവിച്ചു, ഇതൊക്കെ എത്രയാ ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കും. എനിക്ക് അതിന്റെ അന്തം മുത്തൊന്നും, എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയില്ലല്ലോ, ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്താ ഭഗവാനെ കാണുന്നു, അത് ആസ്വദിക്കണം, അങ്ങനെയല്ലേ? അതെ. പിന്നീട് ഒരിക്കൽ ഞാൻ തിരിച്ചു കാണാൻ വന്ന സമയത്ത് എന്നോട് കുറച്ചു വലിയൊരു ആപത്തുനിന്ന് ഞാൻ രക്ഷിച്ചു അറിഞ്ഞു വന്നു വെച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ അതിനൊരു ഒരാഴ്ച മുമ്പ് ഗുരുവായൂർ പോയിട്ട് കാറിൽ മടങ്ങുകയാണ്. തൃശ്ശൂർ പൂങ്കുന്നത്ത് വന്ന സമയത്ത് ഒരു ബസ് വന്ന്, സാധാരണ ഞാൻ ഈ റൈറ്റ് സൈഡിൽ ബാക്കിലിരിക്കുക. അപ്പം എനിക്ക് എന്തോ തോന്നി ഫ്രണ്ടിൽ ഇടതുവശത്ത് ഡ്രൈവറുടെ അപ്പുറത്തിരിക്കാൻ. ആ നമ്മളിവിടെ വന്നതും കാറങ്ങോട്ട് മുന്നോട്ട് കയറിയതും ആ ബസ് വന്നിട്ട് ഒരൊറ്റ ഇടി ബാക്കിൽ കാർ അങ്ങനെ പോയി. അപ്പോൾ ശരിക്കും ആ ആക്സിഡന്റിൽ ഞാൻ അവിടെയാണ് ഇരിക്കേണ്ടത്, ഞാൻ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭഗവാൻ തോന്നിച്ചിട്ടുണ്ട് തന്നെ. ഭഗവാൻ ഇപ്പോൾ ഒരു വ്യക്തിയായിട്ടൊരു രൂപത്തിലല്ലോ, എല്ലാവരും അന്തര്യാമിയല്ലേ, ഹൃദയവാസിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നിച്ചതാ അത്. അപ്പോൾ അത് ശരിക്കും വണ്ടിയുടെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ പറഞ്ഞത് വലിയ ആപത്തിന് രക്ഷിച്ചു. അപ്പോൾ ഇത് അവിടെ നടക്കുന്ന കാര്യം ഭഗവാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഭഗവാൻ സർവ്വവ്യാപിയാണ്, സർവ്വ അന്തര്യാമിയാണെന്നൊക്കെ ശാസ്ത്രങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഉപനിഷത്തൊക്കെ. അങ്ങനത്തെ ഒരു മഹാപുരുഷനെ ജീവനോടെ, മാംസത്തോടെ, മജ്ജയോടുകൂടിയും കണ്ടു എന്നുള്ളതാണ് എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാനുള്ള ആദ്യം. അതായത് ലിവിങ് ഗോഡ് എന്ന് പറയില്ലേ നമ്മള്. സഞ്ചരിക്കുന്ന ദൈവങ്ങളും സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളുമാണ് ഇവര്. സാധാരണ തീർത്ഥം അവിടെ പോയി ഗംഗയിൽ പോയി കുളിക്കണം അല്ലേ, തീർത്ഥക്ഷേത്രം നമ്മൾ അവിടെ പോയി തൊഴണം അല്ലേ. പക്ഷെ ഈ സന്ത മഹാത്മാക്കള് അങ്ങനെയല്ല. അവർ സഞ്ചരിക്കുക ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോകഹിതത്തിന് വേണ്ടി. വഹന്തരൊന്നും നമ്മൾ വിളിക്കാതെ തന്നെ ക്ഷണിക്കാതെ നമ്മളെ വന്ന് അനുഗ്രഹിക്കുന്ന പോലെയാണ് ഇവര് ഓരോടത്ത് പോയി ഓരോ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത്. പലയിടത്തും ഈ ഭഗവാൻ ഉണ്ടായിട്ടെന്നല്ലേ പറയണത്. ഔദ്ഭുതനായിട്ടൊക്കെ കിടന്നെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും അവർക്കൊക്കെ ഭാഗ്യം തന്നെ. പ്രത്യേകിച്ചും ഈ കള്ളിക്കാടും ഈ നെയ്യാറ്റിൻകരയും ഈ പോത്തൻകോടും ഒക്കെ ഉള്ള ആ 3 ആശ്രമങ്ങളോടും ബന്ധപ്പെട്ട് കഴിയുന്ന ആൾക്കാരും അതുപോലെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണ വളരെ വിഷമാണ്. എന്താ വെച്ചാൽ അദ്ദേഹം പിടികൊടുക്കൂല. എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. എന്താ വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഞാനും സാധാരണക്കാരനാണ് മനുഷ്യൻ. ഇങ്ങനെയാണ് അദ്ദേഹം പറയാ. ലാളിത്യം, അഭിനയം, അതൊക്കെ ജ്ഞാനത്തിന്റെ പരിപൂർണതയിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ചറിവുണ്ടെങ്കിൽ വലിയ അഹങ്കാരമല്ലേ ഉണ്ടാവുക, ഗർവല്ലേ ഉണ്ടാവുക. അതൊന്നുമില്ല. ഒരു ചെറിയ സാധാരണക്കാരൻ കണ്ടാൽ തോന്നുമോ? പല ആൾക്കാരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പറയും എനിക്ക് എന്തോ ഭഗവാൻ കാണിച്ചിട്ടുണ്ട്, ഞാൻ പോകണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ട് പല ആൾക്കാരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ആ ഫീലിംഗ് ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർ തുറന്ന് ഞാൻ വരാണ്ട് തന്നെ പോയിട്ടുണ്ട്, ചില ആൾക്കാർ പോയിട്ടില്ല. ചിലപ്പോൾ ഒരു കള്ളി കൊണ്ട് എടുത്തിട്ടുണ്ട്, ഒരു തോർത്തും തോളിട്ടുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളവിടെ വന്നിരുന്നാൽ ഭഗവാന്റെ കണ്ണിങ്ങനെ മുളകി നോക്കണമുണ്ടോ? നമ്മളെ CT സ്കാനൊന്നും ഒന്നുമില്ല. നമ്മുടെ ജന്മജന്മാന്തരങ്ങൾ അങ്ങോട്ടും ഇനി വരാൻ പോണതൊക്കെ അദ്ദേഹം അറിഞ്ഞു കഴിയും. ഒന്നും പറയാണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. ഞാൻ ഒന്നും ചോദിക്കാറും പറയാറില്ല. വെറുതെ അവിടെ ഇരുന്നാൽ മതി. ഭഗവാൻ എല്ലാം നോക്കി എല്ലാം വേണ്ടത് ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ കുറെ ഒരു അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ എനിക്ക് 2-3 തവണ ഓരോ സമ്മാനങ്ങൾ തന്നു. സമ്മാനിച്ച ഒരു അനുഗ്രഹം. ഒരു തവണ അങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഒരു സാളഗ്രാമം എടുത്തിട്ട് ഇത് കൊണ്ടുപോകും, സ്വാമിക്ക് വെച്ചാൽ അത് സ്വാമിക്ക് ലോകത്തിനും പ്രയോജനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജയശങ്കർ സാറിനോട് പറഞ്ഞു ആ ദിവസം പുരുഷ സൂക്തം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പറയണമെന്ന്. ജയശങ്കർ സാർ എന്നെ വിളിച്ച് പറഞ്ഞു. അത് ഞാൻ ദിവസം അങ്ങനെ ഇന്നും തുടർന്നു, ഇന്നും കൂടി ചെയ്തു. ഞാൻ കൂടെ കൊണ്ടുപോകണ അടുത്തൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അതിനേക്കാൾ വലിയൊരു സാളഗ്രാമം. അത് അവിടുത്തെ ഭക്തന്മാർ ഇത് ഇങ്ങനെ എടുത്ത് പലരും കാണിക്കും, പക്ഷെ കൊടുക്കൂല, അവിടെ വയ്ക്കും. സ്വാമിക്കാണ് ഇതിന്റെ റൈറ്റ് പേഴ്സൺ തോന്നുന്നു. ഇത് എത്ര പ്രാവശ്യം ആൾക്കാരെ കാണിച്ചതാ. അപ്പൊ സ്വാമിക്ക് മാത്രമേ ഭഗവാൻ തന്നുള്ളൂ. 2 സാളഗ്രാമം എനിക്ക് തന്നു. അത് ഞാൻ 2 ഇപ്പൊ കൊണ്ടുവന്ന് എപ്പോഴും ദിവസം പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരിക്കൽ പോയിപ്പോ തന്നതാണ് ഈ 8-10 മുഖമുള്ള ഈ ഒരു ദ്രാക്ഷം ഇത് തന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ വിചാരിക്കണത് ഇങ്ങനെയല്ലേ, ദൈവം നേരിട്ട് നമ്മുടെ അടുത്ത് വരില്ലല്ലോ.
ഈ ഇവരിലൂടെയാണല്ലോ നമ്മളെ അനുഗ്രഹിക്കാൻ വരേണ്ടത്. അപ്പോൾ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു, എനിക്കിനി ജന്മമില്ല, എന്നെ ഭഗവാനിൽ എത്തിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുക ഇങ്ങനെയുള്ള ഈ മഹാത്മാവിൻ്റെ അല്ലെങ്കിൽ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം എനിക്കത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ട് ജയശങ്കർ സാർ പറഞ്ഞിട്ടാണ് കള്ളിക്കാട് ഒരു സപ്താഹം വെച്ചു. അപ്പോൾ ആ സപ്താഹം അത് അവിടെ പോയി ഭഗവാനെ കണ്ടു. എന്നിട്ട് അവിടുന്ന് ഇവിടെ വന്നു. ഭഗവാൻ വന്നു ആ സപ്താഹത്തിന്. അവിടെ ഇരുന്നിട്ട് ആ ആലയിൽ ഇരുന്നിട്ട് അത് മുഴുവൻ കേട്ടു. വൈകുന്നേരം ഞാൻ പോയി സ്ക്രീനിൽ ഓരോ കമൻറ്റ് പറയും, ഇതിനെക്കുറിച്ചിട്ട് പറയും, അങ്ങനെ ഓരോന്നോരോന്ന്. അത് കഴിഞ്ഞ് അപ്പം അതിന് എനിക്ക് മനസ്സിലായി, അത് ആ ഭഗവാൻ അവിടെ വന്നിരുന്നത് കേട്ടത് ഭഗവാന് കേൾക്കണം. ഭഗവാനാണ്. ആ ഭഗവാനെ കുറിച്ചാണ് ഭാഗവതം കൃഷ്ണനെ കുറിച്ച് പറയുന്നത് തന്നെയാണ് ആ ഭഗവാന്റെ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം അത് കേട്ടത് വഴി, അതിൽ വഴി കമൻറ്റുകളൊക്കെ എന്നോട് പറഞ്ഞത് വഴി എന്നെ പൂർണ്ണമായും അനുഗ്രഹിച്ചു എന്ന് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് തോന്നി അദ്ദേഹം ഒരു ദിവസം എനിക്ക് അവിടെ ഭഗവാന്റെ സാന്നിധ്യം കുറച്ച് നേരത്തെ കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയും, എല്ലാവരോടും പറയും, നീ പോയി എന്തെങ്കിലും കഴിച്ച് പോകണം എന്ന് പറയും. അപ്പം എന്നോട് മാത്രം പോകണം എന്ന് പറയില്ല, എപ്പോഴാ പോണ്ടേച്ചാൽ പോകണം എന്ന് പറയാം. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ദിവസം പോയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഓരോരുത്തർ വരും, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പിന്നെ തിരിയില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകണ്ടപ്പോൾ തോന്നി അദ്ദേഹത്തിന്, നമുക്ക് എന്തോ അദ്ദേഹത്തിനോടൊരു ഭക്തി തോന്നി. പിന്നീട് നമ്മളൊരു കാരുണ്യം, വാത്സല്യൊക്കെയാണ് അത് കാണിക്കാറുണ്ട് അദ്ദേഹം. പിന്നീട് എനിക്ക് തോന്നി കുറച്ചു നേരമല്ലേ അവിടെ പോയി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം അവിടെ അടുത്ത് താമസിക്കണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ. ഞാനത് പറഞ്ഞു, ഒരു സപ്താഹം കള്ളിക്കാട് സപ്താഹം കഴിഞ്ഞ് പോരുമ്പോഴാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു സൗകര്യമില്ല, ഇതില്ല, സ്വാമി നോക്കാനാളില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞു. ശരി, അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സൗകര്യമൊന്നും വേണ്ടത്, ഇവിടെ ഒരു പായായിട്ട് എനിക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനാണ്, ഒരു പായൽ ഇവിടെ കിടന്നാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഈ അനിൽജിയാണ് ഫോൺ ചെയ്യിച്ചു. പറയൂ, സ്വാമിയോട് പറഞ്ഞു, സ്വാമി വലിയ ആള്, സ്വാമി നോക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, അപ്പം അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ, എന്താ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു സ്വാമിന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് എന്നോട് അനിൽ ഫോൺ ചെയ്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അമ്പലത്തിൽ താഴത്ത് ഒരു മുറിയുണ്ട്, അമ്പലത്തിന് താഴത്ത് റൂം മാത്രമാണ്. പക്ഷെ അതിന് രാത്രി എനിക്ക് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അമ്പലത്തിലൂടെ കയറി വന്ന് അതിൻ്റെ താഴത്ത് അവിടെ അറിയാലോ അത്ര ദൂരത്ത് പോകണം. ഇതൊക്കെ ബുദ്ധിമുട്ട് ഭഗവാൻ കണ്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ സൗകര്യം ഉണ്ട്, ഇത് മതിയോ സ്വാമിക്ക്? ഞാൻ പറഞ്ഞു, എന്ത് ഭഗവാൻ സമ്മതം തന്നാൽ മതി, എന്ത് സൗകര്യം മതി, സൗകര്യമേ വേണ്ട. എന്നിട്ട് പറഞ്ഞിട്ട് നവരാത്രി കാലത്ത് എനിക്കൊരു 8 ദിവസം ഭഗവാന്റെ അടുത്ത് അങ്ങനെ പകലൊക്കെ ഞാൻ ദേവി ഭാഗവതം കൊണ്ടുവന്നു, ഭാഗവതമൊക്കെ അത് വായിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഭഗവാന്റെ അടുത്ത് പോയിരിക്കാൻ സമ്മതിക്കും. ഞാൻ പുറത്തെ പോയിരിക്കുക, അപ്പം അകത്തേക്ക് വിളിക്കും വന്നിരിക്കാൻ പറയും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം തന്നെ ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോരണ സമയത്ത് പറഞ്ഞു, എനിക്ക് ഈ ഒരു ആഴ്ചക്കാലം ഞാനൊരു ബ്രഹ്മാനന്ദ അനുഭൂതിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ, ചിന്തയില്ലെങ്കിൽ നമുക്ക് എന്തൊരു ശാന്തിയാണ്. ആ ചിന്തയില്ല അദ്ദേഹനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പരമാനന്ദം, സമാധി സുഖം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് കേട്ട സുഖം എനിക്ക് അവിടുത്തെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അപ്പോൾ കുറച്ച് നേരം നോക്കി ചിരിച്ചു. അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നമ്മുടെ മിഷൻ സെക്രട്ടറി സോമൻജിയുടെ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കൂട്ടിയിട്ട് പോകാൻ വന്നു, കൊണ്ടാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് കൂട്ടിയിട്ട് പോകാൻ വന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ലേ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിന്ന് ആ ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്കിട്ട് പോകുന്നില്ലേ, ഉടനെ ഈ ലോകത്തിലെ എല്ലാ ചിന്തകളും നമ്മളെ കടന്നാക്രമിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അത് ആ പ്രസൻസ് മതി പറയില്ലേ, ആ സാന്നിധ്യത്തിൽ മായ മാറി നിൽക്കുക. പുറത്തങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മായ നമ്മളെ പിടിക്കും പലതരം ചിന്തകളുടെ ഉള്ളിൽ. അതെന്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ സ്വാമിയോട് ഭഗവാനോട് അത് പറയുകയും ചെയ്തു. ഇങ്ങനെ പലതും കൊണ്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയണമല്ല, ഈശ്വരനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ എനിക്ക് ഭഗവാന്റെ ഗുരുവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം വിചാരിച്ചു, അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ ഗുരുവിന് 5 ശിഷ്യങ്ങൾ 5 പേരുണ്ട്, 5 പേരും ഞാൻ മാത്രമേ തുണി എടുക്കുള്ളൂ, മറ്റൊരു തുണി എടുക്കാറില്ല. അങ്ങനെയൊക്കെ ഭഗവാന്റെ ഭാഷ അങ്ങനെയാണല്ലോ. അപ്പോൾ കള്ളിക്കാട് സപ്താഹം നിശ്ചയിച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് പോയി നമസ്കരിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, അത് ഭഗവാൻ തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്തു. അവിടെ ഒരു സ്വാമിയുണ്ട്, അയ്യര്, അത് സമാധിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ വരാറുണ്ട് അദ്ദേഹം, ശങ്കരയ്യൻ. ഇവിടുന്ന് ഇവരെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു. എന്നിട്ട് ഞാൻ ചിദംബരത്ത് പോയി അദ്ദേഹം സ്വീകരിച്ച് കൊണ്ടുപോയി അവിടെ അമ്പലം എല്ലായിടത്തും കൊണ്ട് കാണിച്ചിരുന്നു, സമാധിയിൽ കൊണ്ടേ കാണിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കള്ളിക്കാട് സപ്താഹത്തിന് മുമ്പേ അവിടെ പോയി ആ ഗുരുസ്ഥാനത്തൊന്ന് നമസ്കരിക്കണം വെച്ചിട്ട്. അതൊക്കെ സ്വാമി ഭഗവാനോട് പറഞ്ഞു, വളരെ സന്തോഷമായി. അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയല്ലോ. പക്ഷേ ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്, അവിടെയും വെച്ചിട്ടുണ്ട്, എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ജയശങ്കർ സാറ്. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. ഞാൻ
വിശ്വസിക്കുന്നത് ഈ ഭഗവാനെ പോലെയുള്ള മഹാന്മാരെ നമ്മൾ കണ്ടാൽ മതി. അവർ ദൃഷ്ടി അവരൊന്നും പറയുന്നു വേണ്ട, ദൃഷ്ടി നമ്മളിൽ പതിഞ്ഞാൽ മതി. നമ്മുടെ ജന്മാന്തരങ്ങളിലെ കർമ്മദുരിതങ്ങളും കർമ്മബന്ധങ്ങളും കർമ്മവാസനകളും കത്തിരിഞ്ഞു പോവുക. നമ്മൾ സാധന ചെയ്തിട്ട് എത്ര ജന്മം വേണ്ടി വരും? അത് ഇവർ ജന്മം കുറയ്ക്കേണ്ടതിന്. ഇതാണ് ഇവരെയൊക്കെ കണ്ടാലുള്ള ഗുണം. ഭാഗ്യം, എൻ്റെ ഭാഗ്യം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഭഗവാന്റെ കാരുണ്യം, ഈശ്വരൻ്റെ അനുഗ്രഹം, ഭാഗവതത്തിൻ്റെ അനുഗ്രഹം എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് വലിയൊരു അനുഭവമാണ്. ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ പെട്ടവര്, അവിടുത്തെ വാത്സല്യം കാരുണ്യം അനുഭവിച്ചവരൊക്കെ മഹാഭാഗ്യന്മാർ. ഇപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഇദ്ദേഹത്തോട് ചോദിക്കരുത്, ഞാൻ ഇദ്ദേഹനെ ആദ്യമായിട്ട് കാണാൻ പരിചയപ്പെടുക. അപ്പോൾ ഇദ്ദേഹം ഭഗവാനെ പായൽ കിടന്ന് വളർന്ന കുട്ടിക്കാലത്ത് പിന്നെന്ത് വേണം? അവരെ അങ്ങനെ ഭഗവാൻ അവരെ അതുപോലെ വളർത്തിക്കൊടുന്ന് ലോകത്തിന് വലിയ നന്മകൾ ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ പിൻഗാമികളായിട്ട് ഈ പ്രസ്ഥാനത്തെ കൊണ്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും മഹാഭാഗ്യം ചെയ്ത ആളാണ് അങ്ങ്. എനിക്കതേ പറയാനുള്ളൂ. സ്വാമിജി, ഇന്ന് നമുക്ക് സപ്താഹം ആരംഭിക്കുകയാണ് നാളെ മുതൽ. ഇപ്പോൾ സപ്താഹത്തിൽ ശരിക്കും സപ്താഹത്തെക്കുറിച്ച് അല്പജ്ഞാനമേ ആൾക്കാർക്കുള്ളൂ. പലരും നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ സപ്താഹത്തിന് പോവും, ഭക്ഷണ സമയമാകുമ്പോൾ ചെല്ലും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോവും. അപ്പോൾ സപ്താഹം ഓരോ ദിവസത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ലഘുവായിട്ട് ഒന്ന് ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. 18,000 ശ്ലോകങ്ങള് അല്ലെങ്കിൽ ഗ്രന്ഥം എന്നാ പറയാം. ശ്ലോകം എന്നല്ല ശരിക്കും പറയാം, ഗ്രന്ഥം എന്നാ പറയാം. 32 അക്ഷരം ചേർന്ന ഒരു ഗ്രന്ഥം എന്നൊക്കെ അതിന് കണക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ 18,000 ശ്ലോകം എന്നാണ് പറഞ്ഞു വരില്ലേ. 12 സ്കന്ധങ്ങളിലാണ് ഈ ശ്രീമദ് ഭാഗവതം. അത് 7 ദിവസം കൊണ്ട് പാരായണവും അതിന് സാമാന്യമായ അർത്ഥവും പറഞ്ഞ് ഭക്തന്മാർക്ക് അതിനെക്കുറിച്ച് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കി തീർക്കുക. ഇതാണ് ഭാഗവതത്തിന്റെ സപ്താഹത്തിന്റെ സാമാന്യമായ ഒരു സ്വഭാവം. അതിൽ മാഹാത്മ്യമുണ്ട്. 6 അധ്യായത്തിൽ മാഹാത്മ്യം പത്മപുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തലേദിവസം ഇവിടെ നിന്നും ഇത് മാഹാത്മ്യം പറയുന്നതായി. എന്തിനാ മാഹാത്മ്യം? ഈ ഭാഗവതം എന്താണ്, ഭാഗവതത്തിന്റെ മഹിമ എന്താണ്, ആ ഭാഗവതം എന്തിനാ കേൾക്കണത്, അത് നമുക്ക് കേട്ടാൽ എന്താ കിട്ടുക, എന്താ പ്രയോജനം? എല്ലാവരും എന്തെങ്കിലും കിട്ടുക എന്ന് വെച്ചിട്ടല്ലേ അമ്പലത്തിൽ പോണത് പോലും. ഇപ്പോൾ ഭാഗവതം കേൾക്കണമെങ്കിലും ആൾക്കാർക്ക് അതിനൊരു താല്പര്യം ഉണ്ടാവണ്ടേ. അത് ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിന്റെ നല്ലൊരു അഡ്വർടൈസ്മെന്റ് ആണ് ഭാഗവത മഹാത്മ്യം. പത്മപുരാണത്തിൽ 6 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ വേണ്ട പോലെ കേട്ടു വെച്ചാൽ നമുക്ക് ഭാഗവതം കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് കേൾക്കണം, ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം, അതിന്റെ മഹിമ മനസ്സിലാവും. പിന്നീട് 7 ദിവസമായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം വരാഹ അവതാരം വരെ വായിക്കുക എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ എന്തൊക്കെയാ വരണത് എന്നാണെങ്കിൽ, ഈ ശ്രീമദ് ഭാഗവതം നൈമിഷാരണ്യത്തിൽ ഉള്ള സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ശൗനകാദി ആയിരക്കണക്കായ മഹർഷിമാരുടെ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് വേദവ്യാസ മഹർഷിയുടെയും അതുപോലെ ശുഗബ്രഹ്മർഷിയുടെയും ശിഷ്യനായിട്ടുള്ള സൂതൻ പറഞ്ഞു കൊടുക്കണം. സംശയ നിവാരണമാണ്. എന്തുകൊണ്ടാണ് മനഃശുദ്ധി ഉണ്ടാവുക, എന്തുകൊണ്ടാണ് ഭക്തി ഉണ്ടാവുക, എന്തുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാവുക, എന്തുകൊണ്ടാണ് ഭഗവാന്റെ മായ ജയിക്കാൻ കഴിയുക, എങ്ങനെയാണ് ജന്മസാഫല്യം നേടാൻ സാധിക്കുക, ഇങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടി അന്നേ മഹർഷിമാർ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് ഞാൻ ഒരു പുരാണം പറഞ്ഞുതരാം. ആ പുരാണമാണ് ശുഗബ്രഹ്മർഷി പണ്ട് പരീക്ഷത്തിന് ഉപദേശിച്ച ശ്രീമദ് ഭാഗവതം. അത് സർവവേദസാരമാണ്, വേദാന്തസാരമാണ്, ഉപനിഷത്സാരമാണ്, ഗീതാസാരമാണ്, ഗീതയുടെ വ്യാഖ്യാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഭാഗവതത്തിനെ പറയാൻ ആരംഭിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ആ ഭാഗവതം വളരെ വളരെ അപൂർവമാണ്, ഇത്ര പുണ്യുണ്ടെങ്കിലേ കിട്ടുള്ളൂ, ദേവന്മാർക്ക് പോലും കേൾക്കാൻ ഭാഗ്യം കിട്ടാത്തതാണ് നമുക്ക് കൈവരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത്, ഈ ഭാഗവതം ആ വേദവ്യാസ മഹർഷിയാണ് എഴുതിയത്, ശുഗബ്രഹ്മർഷി അത് പഠിച്ച് പരീക്ഷത്തിന് പഠിപ്പിച്ചു, കേട്ടു. അപ്പോൾ ഈ കഥ പറയുന്ന സൂതൻ കേട്ടു എന്നാണ് പറയണല്ലോ. അപ്പൊ എന്തിനാണ് വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതിയത്? അപ്പൊ ഭാഗവത രചനയുടെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ആ കഥ പറയും. വേദവ്യാസ മഹർഷി ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലെ 3ാമത്തെ ചതുർയുഗത്തില് ദ്വാപരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം വേദത്തിന് വൈദിക ധർമ്മമാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന, വേദമാണ് ധർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹിന്ദു ധർമ്മം എന്ന് പൊതുവെ പറയെങ്കിലും അത് വസ്തുത എന്താണ്? അത് വേദത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വൈദിക ധർമ്മം എന്ന് അതിന് പറയുന്നതുകൊണ്ട് സനാതന ധർമ്മം എന്നും പറയും. അത് ഋഷിമാരിലൂടെ നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് ഇതിന് ആർഷധർമ്മം എന്നും പറയും.
ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഹിന്ദുധർമ്മം, വൈദിക ധർമ്മം, ആർഷധർമ്മം, സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരേ ഒരു കാര്യമാണ്. അപ്പോൾ വേദത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന്റെ പരമമായ സാഫല്യം എന്താണ്? സത്യസാക്ഷാത്കാരമാണ്. ശാശ്വതമായിട്ടുള്ളതായ ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും കൈവരുള്ളൂ. അത് തന്നെയാണ് മോക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നേടാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ് ഈ വേദത്തിലെ. അപ്പൊ അതിനെയാണ് വേദവ്യാസ മഹർഷി വേദവ്യാഖ്യാനങ്ങളിലൂടെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ ലോകത്തിൽ പ്രചരിപ്പിച്ചത്. അതിനുശേഷം ആ വേദമൊക്കെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ സാരം 5ാമതൊരു വേദം എന്ന കണക്കിന് മഹാഭാരതമായിട്ട് എഴുതി. എന്നിട്ടും അദ്ദേഹം തൃപ്തനായില്ല. ഇപ്പോഴാണ് അദ്ദേഹം പുരാണങ്ങൾ എഴുതി, 17 പുരാണങ്ങൾ എഴുതി. എന്നിട്ടും തൃപ്തനാവാതിരുന്ന സമയത്താണ് നാരദ മഹർഷി അദ്ദേഹത്തിനോട് വന്ന് പറയണത്, ഭഗവാന്റെ കഥയും ഭഗവാന്റെ ഭക്തിയും ഭഗവാന്റെ മാഹാത്മ്യവും അങ്ങ് വേണ്ട പോലെ എഴുതിയില്ലല്ലോ. ധർമ്മം അർത്ഥവും കാമൊക്കെ നേടാനുള്ള വഴി പറഞ്ഞു. പക്ഷേ ഏതൊരു ഭഗവത് കഥ കേൾക്കുന്നത് കൊണ്ടാണ് ഭക്തി ഉണ്ടായിട്ട് മനഃശുദ്ധി ഉണ്ടായിട്ട് ആ ഭഗവാനെ സാക്ഷാത്കരിച്ച് മുക്തനാവാൻ സാധിക്കുക. ആ ഭഗവാന്റെ മഹിമയാകുന്ന ഭാഗവതത്തെ എഴുതൂ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ പോരായ്മ മനസ്സിലായതും അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ അനുഭൂതിയിൽ നിന്ന് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാഗവതം എഴുതിയിരുന്നു. പിന്നീട് നാരദൻ പറഞ്ഞു കൊടുക്കും, തൻ്റെ തന്നെ പൂർവ്വജന്മത്തിൽ താൻ ഒരു അടിച്ചെളിക്കാരിയുടെ മകനായിരുന്നു എന്നും വീടുകളിലൊക്കെ ജോലി ചെയ്ത് നടന്ന അമ്മയുടെ മകനായിരുന്നു എന്നും 4 മാസത്തെ സത്സംഗവും സജ്ജനസേവയും മഹർഷിമാരെ സേവിക്കാൻ കഴിഞ്ഞു. അവരിൽ നിന്ന് ഭഗവാന്റെ കഥ കേട്ടതുകൊണ്ട് ഭക്തി ഉണ്ടായിട്ടാണ് ഞാൻ അടുത്ത ജന്മത്തിൽ ബ്രഹ്മപുത്രനായി നാരദനായി ജനിച്ചത്. ഇതൊക്കെ ആ ഭാഗവതത്തിന്റെ പശ്ചാത്തലം, രചനയുടെ പശ്ചാത്തലമാണ്. അതൊക്കെയാണ് നാളത്തെ 1ാമത്തെ ദിവസത്തെ പ്രധാന കഥകളായിട്ട് വരുന്നത്. പിന്നെ ആ കുന്തിയുടെ ഭഗവാന്റെ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ പല അഭിനയങ്ങളും ചെയ്തു. പക്ഷേ കൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കൃഷ്ണനെ മനസ്സിലാക്കിയത് കുറവാ. ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പൊ നമ്മുടെ ഭഗവാന്റെ കഥ അറിയില്ലേ? സത്യം. ജീവിച്ചിരിക്കുമ്പോൾ ആരും അറിയില്ല. പോയി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളും അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട്. ഭഗവാന്റെ ഇതുപോലെയുള്ള മഹാന്മാരുടെ അത് മാരിയമ്മയുടെ ഒക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ആൾക്കാർ അന്തം വിട്ടു പോണത്. അയ്യോ, നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ. എന്നും അങ്ങനെയാ. കുറ്റത്തെ മുല്ലയ്ക്ക് നമുക്ക് മണമില്ല സാധാരണ ചൊല്ലില്ലേ? മുല്ലയ്ക്ക് മണമില്ലാണ്ടല്ല, വി ആർ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. നമ്മളതിനെ ഈസി ആയിട്ട് എടുക്കുക. അതിന് മഹത്വം ഉൾക്കൊള്ളാൻ പറ്റണില്ല നമുക്ക്. അതാണ്. അപ്പോ കൃഷ്ണാവതാര കാലഘട്ടം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആ കൃഷ്ണൻ ആര്? കൃഷ്ണൻ സാക്ഷാൽ സർവേശ്വരനാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്, സർവാന്തര്യാമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൃഷ്ണനെ ആശ്രയിച്ച തനിക്കുണ്ടായ നന്മയെക്കുറിച്ചിട്ടും കുട്ടികൾക്കുണ്ടായ നന്മയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കുന്തി ഭഗവാനെ സ്തുതിക്കുന്നു. പിന്നീട് പരമഭക്തനായ ഭീഷ്മരുടെ മാഹാത്മ്യത്തെ കാണിക്കുന്ന കഥ, ഭീഷ്മരുടെ സ്തുതി. ഭീഷ്മര് സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഭഗവാനെ പുഷ്പല്യാണ്ട് അർച്ചന ചെയ്ത് നമുക്ക് തന്ന ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കഥ. പിന്നെ പരീക്ഷിത്ത് മഹാരാജാവിനാണല്ലോ ഭാഗവത ഉപദേശിച്ച ശുകബ്രഹ്മർഷി. പരീക്ഷിത്ത് മഹാരാജാവ് ആരാണ്? പരീക്ഷിത്ത് മഹാരാജാവ് പാണ്ഡവന്മാരുടെ പേരക്കുട്ടിയാണ്. അർജുനന് അഭിമന്യു ഉണ്ടായി സുഭദ്രയില്. ആ അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ പുത്രനാണ് പരീക്ഷിത്ത്. ആ പരീക്ഷിത്ത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചതും ഭഗവാന്റെ കാരുണ്യം ആ കുട്ടിയെ ജീവിപ്പിച്ചതും പിന്നീട് അദ്ദേഹം പരമഭക്തനായി തീർന്നതും അദ്ദേഹത്തിന്റെ രാജ്യഭരണവും അതുപോലെ അദ്ദേഹത്തിന് ശാപം കിട്ടാണ്ടായ കാരണം അത് ശാപം കിട്ടിയപ്പോൾ അദ്ദേഹം ഇത് ഈശ്വരന്റെ വിളിയാണെന്ന് തിരിച്ചറിയലും അങ്ങനെ ഭൗതികമായ എല്ലാം പുത്രനെ ഏൽപ്പിച്ച് അദ്ദേഹം ഈശ്വരീക ശരണനായി ഭഗവാനെ കൃഷ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ ഗംഗാതീരത്തുവന്ന് ആശ്രയിക്കുന്നതും അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ ഒരുപാട് ഋഷീശ്വരന്മാർ വരുന്നതും അവസാനം ശിശുബ്രഹ്മർഷി തന്നെ എഴുന്നള്ളി അദ്ദേഹത്തിന് 7 ദിവസം ഭാഗവതം, ഭഗവാന്റെ മഹിമയാവുന്ന ഭാഗവതം കൽപ്പിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തി. താൻ നശിക്കുന്ന ശരീരമല്ല, ജനനവും മരണവും ശരീരസംബന്ധിയായ അനുഭവമാണ്, താൻ ഈശ്വരന്റെ തന്നെ സ്വരൂപമായ ആത്മാവാണ് എന്ന ആത്മബോധം ഉണ്ടാക്കി കൊടുത്ത് ജീവൻ മുക്തനാക്കി സായുജ്യം കൊടുത്ത് അനുഗ്രഹിച്ച കഥയാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ അത് 7 ദിവസത്തെ, അതിന് 7 ദിവസമേ ആയുസുണ്ടായുള്ളൂ. അതുകൊണ്ട് 7 ദിവസം കൊണ്ട് അത് പറഞ്ഞ് കേൾപ്പിച്ചു ശിശുബ്രഹ്മർഷി. അപ്പൊ അതില് ഒന്നായിട്ട് ഒരു ദിവസം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ക്രമമായിട്ട് ഓരോരോ കഥകളെ ഓരോ ദിവസത്തേക്ക് ഇത്ര എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് ആചാര്യന്മാര്. അപ്പൊ ഇതാണ് നാളത്തെ, അതായത് 1ാമത്തെ ദിവസത്തെ പ്രധാന കഥാഭാഗം. ശുകബ്രഹ്മർഷി വരണത്, ആ ശിഷ്യനെ അനുഗ്രഹിക്കണത്, ശിഷ്യൻ ഗുരുവിനെ സേവിക്കണത്. പിന്നീട് ഈ പരീക്ഷിത്തും ശുകബ്രഹ്മർഷിയോ തമ്മിലുണ്ടായ ചോദ്യോത്തരം ഒക്കെ ചോദ്യോത്തര രൂപത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ എന്നുവെച്ചാൽ അത് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളാണ് പലതും. നമ്മുടെ സംശയങ്ങൾ തീരും. അങ്ങനെ ചോദിക്കുക ശിഷ്യൻ, അതിന് മറുപടി ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുക. ഈ രൂപത്തിലാണ് ഈ ഭാഗവതവും എഴുതിയിട്ടുള്ളത്. ഗീത അങ്ങനെയാണ് നമുക്കറിയാലോ. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ചോദ്യോത്തരാണ്. ഇതുകൊണ്ട് ഇവിടെ ചോദിക്കണം, ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിക്ക് ഭഗവാൻ ഏകനായിട്ടുണ്ടായിട്ട് എങ്ങനെയാണ് ഈ സൃഷ്ടിയൊക്കെ ഉണ്ടായത്? ആ സൃഷ്ടി പറഞ്ഞാ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ ഉണ്ടാവണത്, ഭഗവാൻ തപസ് ചെയ്യണത്,
തപസ് ചെയ്ത് ബ്രഹ്മാവിന് ഭഗവത് ദർശനം, വൈകുണ്ഠ ദർശനം ഉണ്ടാവുന്നത്. 4 ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ തന്നെ, നാരായണ ഭഗവാൻ തന്നെ ഭാഗവതം ഉപദേശിച്ച സൽശ്ലോകി ഭാഗവതം. അതിനുശേഷം ആ ഭഗവാൻ കൊടുത്ത അറിവും കഴിവും ഉപയോഗിച്ച് ബ്രഹ്മദേവൻ നാനാതരത്തിലുള്ള സൃഷ്ടി ചെയ്യുന്നത്, ആ സൃഷ്ടിയുടെ വർധനവ്, അതിൽ ആ മരീചിയാദി മഹർഷിമാരെ സൃഷ്ടിച്ചു, പിന്നീട് നരകാദികളെ സൃഷ്ടിച്ചു, നാരദാദി ഋഷിയന്മാരൊക്കെ സൃഷ്ടിച്ചു, പിന്നീട് സ്വയംഭൂനുവിനെയും ശതരൂപയും സൃഷ്ടിച്ചു. അവരൊക്കെ കുട്ടികളായ സമയത്ത് അവരോട് ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ഭൂമിയിൽ വന്ന് നോക്കുമ്പോൾ ഭൂമി ഹിരണ്യാക്ഷരം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു വെള്ളത്തിൻ്റെ അടിയിൽ. ആ സമയത്ത് അവരൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവനും അവരെല്ലാവരും കൂടി ഭഗവാനെ, പരമകരുണാമൂർത്തിയായ ഭഗവാനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച് ആ ഭൂമിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് രക്ഷിച്ചു. ആ സമയത്ത് പോരിന് വന്ന ഹിരണ്യാക്ഷന് യുദ്ധം ചെയ്ത് ഒന്ന് സൽഗതി കൊടുത്തു എന്നൊക്കെയുള്ള കഥാവിവരണങ്ങളാണ് 1-ാം ദിവസത്തിൽ പറയുന്നത്. ഇടയിൽ ഉപകഥകളൊക്കെ ധാരാളം വരികയും പ്രധാന മെയിൻ സ്ട്രീം അത്രേ പറയുന്നത്. അതെ. പിന്നെ 2-ാമത്തെ ദിവസം ഉത്തമനായ പ്രതികൾ ഉണ്ടാവണം, കുട്ടികൾ ഉണ്ടാവണം. അതിനെന്ത് വേണം? ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും കഥയിലൂടെ എന്തുകൊണ്ടാണ് മക്കൾ കേടുവന്ന് ദുഷ്ടരായി പോണത് എന്ന് പഠിപ്പിച്ചു. കാരണം കശ്യപ മഹർഷി സന്ധ്യാസമയത്ത് ഭഗവത് ധ്യാന നിരതനായിരിക്കുന്ന സമയത്ത് ആ കാമത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ നിർബന്ധമായി വേശ്യമായി ബലപ്രയോഗം ചെയ്ത് ഗർഭം സമ്പാദിച്ച ദേവി. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു, ഈ സന്ധ്യാസമയത്ത് ഈ ഗർഭം സമ്പാദിച്ചുകൊണ്ട് മഹാദുഷ്ടന്മാരായ 2 മക്കൾ നിനക്കുണ്ടാവുന്നത്. നേരെ മറിച്ച് പിറ്റേ ദിവസം, നാളെ 2-ാമത്തെ ദിവസം കഥ എന്താണ്? ഉത്തമരായ മക്കൾ ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ഭഗവാനെ തന്നെ പുത്രനായി കിട്ടാൻ, ഭഗവാനെ പോലുള്ള കുട്ടികൾ ഉണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയാണ് കർദമന്റെയും ദേവഭൂതിയുടെയും കഥയിലൂടെ. ഇതൊക്കെ പഴത്ത കഥയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾക്ക് കാരണം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക ഇൻഡയറക്റ്റ് ആയിട്ട്. അങ്ങനെയായ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടാവും, ഇങ്ങനെയായ ഇങ്ങനത്തെ കുട്ടികളുണ്ടാവും. കർദമൻ വളരെ 10,000 കൊല്ലം തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് വിവാഹ ജീവിതത്തിന് പുറപ്പെട്ടത്, അല്ലേ? പിന്നെയോ വിവാഹം കഴിഞ്ഞു, ദേവഭൂതി വിവാഹം കഴിച്ചു മനുവിന് നടുവിലത്തെ മകളെ. അതിനുശേഷം 12 വർഷം ദേവിയെ വീണ്ടും തപസ് ചെയ്യിപ്പിച്ചു, ഭക്തശുശ്രൂഷണമാവും തപസ്. അതിനുശേഷം അവരെ വീട്ടൊക്കെ സാധിപ്പിച്ചു. 100 വർഷത്തെ ദാമ്പത്യം ഉണ്ടായി. അതിലൂടെ അവർക്ക് 9 പെൺകുട്ടികളുണ്ടായി. അവരൊക്കെ ഈ മരീചി മുതലായ മഹർഷീശ്വരന്മാരെ വിവാഹം കഴിക്കുന്നത്. അതിലൊക്കെ മഹാന്മാരായ സന്തതികൾ ഉണ്ടായി. അവസാനം 10ാമത് ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചു, കപിലവാസുദേവനായിട്ട്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജ്ഞാനോപദേശം ചെയ്ത് അവർ അജ്ഞാനം നീക്കി അവരൊക്കെ സംസാരമുക്തരാക്കി തീർത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഓരോ ഗൃഹസ്ഥനും 10 മക്കളുണ്ടായിട്ടും ഈശ്വര സാക്ഷാത്കാരം നേടി മുക്തരാവാൻ സാധിക്കും. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഓരോ കഥകള്. അതാണ് പ്രധാനമായിട്ട് 2-ാമത്തെ ദിവസം വരാൻ പോണത്. ദേവഭൂതിയുടെയും കർദമന്റെയും ഗൃഹസ്ഥാശ്രമ ജീവിതം, അവർക്കിടെ കുട്ടികൾ ഉണ്ടാവുന്നത്, ഭഗവാൻ തന്നെ പുത്രനായി കപിലവാസുദേവനായി അവതരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ലോകത്തിന് കൊടുത്ത അമ്മയ്ക്കാണ് മോക്ഷധർമ്മം ഉപദേശിച്ചത്. അതിലൂടെ ലോകത്തിന് മുഴുവൻ ഭഗവാൻ അവതാരത്തിൽ ചെയ്ത മോക്ഷധർമ്മ വ്യാഖ്യാനം. അത് പിന്നീട് നരനാരായണ മഹർഷിമാരായിട്ട് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. പിന്നീട് ദക്ഷന്റെ കഥ. ദക്ഷൻ ഞാനില്ലാതെ മഹാദേവനെ ചിന്തിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം ഭഗവാനെ അപമാനിക്കാൻ വേണ്ടി യാഗം നടത്തി. ആ യാഗശാലയിൽ സതീദേവി വരാനിടയായി. സതീദേവി അച്ഛൻ ഭഗവാനെ നിന്ദിക്കാനുണ്ട് ശരീരത്തെ ത്യജിക്കണത്. പിന്നീട് ശിവന്റെ കോപത്തിന് പാത്രീഭൂതനായി ദക്ഷന്റെ യാഗം നശിപ്പിക്കണത്, ദക്ഷന്റെ തല മുറിച്ച് ഹോമിക്കണത് വീരഭദ്ര പെരുമാള്. പിന്നീട് ദക്ഷനെയും ഇവരൊക്കെ ദേവന്മാരെയൊക്കെ അനുഗ്രഹിക്കാൻ ബ്രഹ്മദേവൻ എന്ന് ഇടപെടുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വീണ്ടും ദക്ഷൻ ആടുന്തര വെച്ച് ജീവിക്കാൻ ഇടവരുന്നത്. പിന്നീട് ദക്ഷൻ തലയും പോയിട്ട് പിന്നെ 3ാമത്തെ ജന്മം പ്രദേശികളുടെ പുത്രനായി ജനിച്ചിട്ട് അദ്ദേഹത്തിന് ഈശ്വരപ്രാപ്തി സാധിക്കുന്നത്. ഇങ്ങനെ ആ ഈശ്വര നിഷേധിയും ഈശ്വര നിന്ദകനുമായ ആൾക്ക് 1 ജന്മല്ല 3 ജന്മം വേണ്ടിവരും ഭഗവത് പ്രാപ്തി നേടാനെന്ന് ഇന്നത്തെ നാസ്തികന്മാർക്കും കൂടി ഒരു മാതൃകയായിട്ടാണ് അവിടെ ആ കഥ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പൊ അത് വളരെ പ്രധാനമായിട്ട് ഈ കഥകൾ വെറുതെ കേട്ടാൽ പോരാ. കഥകളുടെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ കഥയ്ക്കും ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അല്ലേ? മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയില്ലേ, അതാ ഈ കഥകളിലൊക്കെ നമുക്ക് കാണാം. കഴിയുന്നതൊക്കെ അതൊക്കെ വേണ്ട പോലെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മുടെ സപ്താഹത്തിൽ. അപ്പൊ ദക്ഷന്റെ കഥ, ദക്ഷയാഗം. പിന്നെയോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദുരിതങ്ങളും കട്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും, ഇല്ലേ? അത് ചെയ്യാണ്ടിരിക്കില്ല. അതൊക്കെ നമ്മുടെ പൂർവ്വകർമ്മം കൊണ്ട് വരുന്നതാ. അതിനെ ആരും പഴിക്കാൻ പാടില്ല. കർമ്മബന്ധത്തിൽ നിന്ന് മോചനം തരാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഇത് പഠിപ്പിക്കുന്ന കഥയാണ് ആ ധ്രുവന്റെയും ധ്രുവന്റെ അമ്മയായ സുനീതിയുടെയും കഥ. ധ്രുവന്റെ ചരിത്രം പ്രസിദ്ധമാണ്, അല്ലേ? സ്വയംഭൂവിന്റെ മകനായ ഉദാനപാത മഹാരാജാവിന്റെ 2 ഭാര്യമാരിൽ ഒരുത്തിയായിരുന്നു സുനീതി, അവരുടെ മകനാണ് ധ്രുവൻ. മറ്റൊരുത്തിയായിരുന്നു സുരുചിയും, അവരുടെ മകൻ ഉത്തമനും. ഈ സുരുചി തന്റെ സാമർഥ്യം കൊണ്ട് മഹാരാജാവിനെ പാട്ടിലാക്കി ഈ സുനീതിയും മകനെയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അച്ഛൻ്റെ മടി വാത്സല്യം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച ധ്രുവൻ
അമ്മയുടെ അടുത്ത് കരഞ്ഞു. അമ്മ പറഞ്ഞു, ഉണ്ണി ഭഗവാനെ ഭരിക്കൂ, അതന്നെ നിനക്ക് നല്ലതിനുള്ള വഴി എന്ന് പറഞ്ഞു. കാട്ടിൽ പോയി നാരദനെ കണ്ടു. നാരദന്റെ ഉപദേശം സ്വീകരിച്ച് 5 മാസത്തെ തപസ് കൊണ്ട് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം വരം വാങ്ങി ഭൗതിക ജീവിതം സുഖമായി നയിച്ചു. അവസാനം ആ വൈകുണ്ഠപ്രാപ്തി നേടി അച്ഛൻ ആ അമ്മയും മകനും. മറ്റേ അമ്മയും മകനോ വിദേശവും ഭേദബുദ്ധിയും രാഗദ്വേഷവും മതമത്സരം വെച്ചു. അവന് നായാട്ടിന് പോയി അടികൊണ്ട് ചെത്തു. അമ്മ കാട്ടുതീരും വെട്ടി ചെത്തു. അവർക്ക് വൈകുണ്ഠത്തിൽ പോയായിരുന്നില്ലേ? ഇങ്ങനെ പഠിപ്പിക്കാം നമ്മളെ. ഈ വഴി പോയാൽ ഇങ്ങനെ പോവാം, ആ വഴി പോയാൽ ഇങ്ങനെ പോവാം. ശ്രേയസ്സിലുള്ള വഴി എപ്പോഴും കാണിച്ചു തരും. ഏതാണ്ട് എളുപ്പം നല്ല സുഖമായി തോന്നുന്നത് എന്താണ് ആത്യന്തികമായി നല്ലത്, ഇത് പഠിപ്പിക്കുന്നു ദക്ഷന്റെ ഈ ധ്രുവന്റെ കഥത്തിലൂടെ. പിന്നീട് ആ വംശത്തിലുണ്ടായ ഒരു അധർമ്മിയായ രാജാവ് അംഗരാജാവ് ധാർമ്മികൻ. അദ്ദേഹത്തിന് മക്കളില്ലാണ്ടൊരു പുത്രനുണ്ടായി, ദുഷ്ടൻ നാസ്തികനായ വേനൻ. ആ വേനന്റെ അധർമ്മ ഭരണം കൊണ്ട് ഭൂമി മുഴുവൻ നിശ്ചയ സമയത്ത് ഭഗവാൻ തന്നെ മഹർഷിമാരുടെ പ്രാർത്ഥന കൊണ്ട് പൃഥുവായിട്ട് അവതരിച്ചു. പൃഥു അവതാരം. പിന്നെ ആ പൃഥുവിന്റെ അവതാരം വർണ്ണിക്കുമ്പോൾ അതിൽ പരിഷിഷത്ത് എന്ന് പേരായി ജ്ഞാനമില്ലാത്ത വെറും യാഗം ചെയ്ത് സ്വർഗത്തിൽ പോലാണ് ലക്ഷ്യം നടിച്ച ഒരു രാജാവിന് പുരഞ്ജനന്റെ കഥ ഇൻഡയറക്റ്റ് ആയിട്ട് അധ്യാത്മതത്വം പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിനെ ധന്യനാക്കി തീർക്കുന്ന അത്ഭുത കഥ. ഇതൊക്കെ 2ാമത്തെ ദിവസം വരുന്ന കഥയാണ്. പിന്നീട് പ്രിയവ്രതന്റെ മനുവിന്റെ മൂത്ത മകന്റെ കഥ പറയുന്ന സമയത്ത് പ്രിയവ്രതൻ പരമഭക്തനും ആത്മജ്ഞാനിയുമായിരുന്നു. അതിന്റെ പ്രാരബ്ധം കൊണ്ട് അദ്ദേഹം രാജ്യഭരണവും വിവാഹമൊക്കെ വേണ്ടി വന്നതാണ്. ബ്രഹ്മദേവന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിരുന്നു അഗ്നീന്ദ്രന്റെ കഥ. അതിന്റെ മൂത്ത പുത്രനായ നാഭിയുടെ കഥ. ആ നാഭി മേരുദേവി വിവാഹം കഴിച്ചു. പരമഭക്തൻ ധർമ്മനിഷ്ഠയായിരുന്നു. അവരുടെ ഭക്തി കണ്ട് സന്തോഷിച്ച് യാഗശാലയിൽ മഹാവിഷ്ണു പ്രത്യക്ഷാവണത്, അവസാനം ഭഗവാനെ പോലെ ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ തന്നെ അവരുടെ പുത്രനായിട്ട് അവതരിച്ചത് ഋഷഭാവതാരം. ഇത്ര കഥകളാണ് 2ാം ദിവസം നമുക്ക് കാണാൻ സാധിക്കാം. പിന്നീട് 3ാം ദിവസത്തിൽ വരുന്ന സമയത്ത് ഈ ഋഷഭദേവന്റെ അത്ഭുതകരമായ ചരിത്രം, അദ്ദേഹം മക്കൾക്ക് കൊടുത്ത മോക്ഷധർമ്മ ഉപദേശം, അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. ഭരതൻ 3 ജന്മം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു. ആദ്യത്തെ ജന്മം ഭക്തനായി കാട്ടിപ്പോയി തപസ് ചെയ്ത, പക്ഷെ ഒരു മാൻകുട്ടിയെ എടുത്ത് വളർത്തി അതിനോടുള്ള മമതയും ആസക്തിയും വന്നുകൊണ്ട് മാന്യോർത്ത് മരിച്ച് അടുത്ത ജന്മം മാനായി. പിന്നത്തെ ജന്മത്തിൽ അദ്ദേഹം ഉത്തമനായ ബ്രഹ്മജ്ഞാനിയായി മാറി. അദ്ദേഹത്തിന്റെ കഥ. അദ്ദേഹം രഘുവിന് കൊടുക്കുന്ന മോക്ഷധർമ്മ ഉപദേശം. പിന്നീട് ഈ ഭദ്രകാളി ഭരതന്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ ജഗനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭദ്രകാളിക്ക് ബലിയർപ്പിക്കാൻ ദുഷ്ടന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഭദ്രകാളി തന്നെ ചുട്ടിട്ടിരിക്കപ്പെട്ടില്ലാതെ ആ വിഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹ രൂപിണിയായി മാറി ആ ദുഷ്ടന്മാരെയൊക്കെ കൊന്ന് ആ ഭക്തനെ രക്ഷിക്കുന്നതായ ഭദ്രകാളി പ്രാദുർഭാവം. പിന്നീട് ഈ ഭൂഗോള വർണ്ണന. ഭഗവാന്റെ സ്ഥൂല ശരീരമാണ് ഈ പാതാളം മുതൽ സപ്തലോകം വരെ നീണ്ടു നിൽക്കുന്ന 14 ലോകം എന്നാണ് പറയുക. വിരാട് പുരുഷൻ എന്നാണ് ഭഗവാനെ അതിന് പറയുന്നത്. അതിലത്തെ അവയവങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിയിലെ ചരാചരങ്ങൾ മുഴുവനും. അപ്പോൾ ആ ഭഗവാന്റെ സ്ഥൂല രൂപവർണ്ണന കേട്ടാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി നമുക്ക് സൂക്ഷ്മമായ ഭഗവാന്റെ തത്വത്തെ അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ ധ്യാനിക്കാനുള്ള കഴിവുണ്ടാവും. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പിന്നീട് അജാമിളന്റെ കഥയിലൂടെ നാമദേവത്തിന്റെ മാഹാത്മ്യം. എത്ര പാപവാസനകൾ ഉണ്ടെങ്കിലും ആ ഭഗവൻ നാമത്തിന് നീക്കാൻ കഴിയാത്ത പാപങ്ങളില്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന അജാമിളന്റെ കഥ, നാമമാഹാത്മ്യം. പിന്നീട് ദേവേന്ദ്രൻ പോലും ബ്രഹ്മഹത്യ, അതുപോലെ ഗുരുഹത്യ, അതുപോലെ ഗുരുനിന്ദ ഇത്യാദി പാപങ്ങൾ ചെയ്തിട്ടും ആ ഭഗവൻ നാമജപം കൊണ്ടാണ് അതിനൊക്കെ മോചനം നേടിയെന്നുള്ള കഥ. പിന്നെ ഭരഭക്തനായ വൃത്രാസുരന്റെ കഥ. അസുരനായി പറഞ്ഞിട്ടും അദ്ദേഹം പൂർവജന്മത്ത് ചെയ്ത ആ ഈശ്വരോപാസനയുടെയും അങ്കിരസ്, നാരദൻ മുതലായ മഹർഷീശ്വരന്മാരുടെ ഉപദേശമനുസരിച്ച് സാധനങ്ങൾ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് ശാപം കൊണ്ട് അസുരനായെങ്കിലും ആ അസുരജന്മത്തിലും പൂർവ്വസംസ്കാരം ഉണർന്നു വരുന്നതും യുദ്ധക്കളത്തിലൊരു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അവസാനം ആ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ജീവൻ നേരെ വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാനിൽ ലയിക്കുന്നതും ആ വൃത്രൻ അസുരനായിട്ടും ഇത്രയും ഭക്തനായതുകൊണ്ട് അദ്ദേഹനെ കൊന്ന് ഇന്ദ്രന് ബ്രഹ്മഹത്യ വന്ന് ചേരുന്നത് ഇത്യാദി കഥകളൊക്കെ നമുക്ക് 4ാമത്തെ ദിവസം കേൾക്കാൻ സാധിക്കും. പിന്നെ പരമഭക്തനായ പ്രഹ്ലാദന്റെ കഥ. ലോകത്തെ മുഴുവൻ കിരീടവർപ്പിച്ച് ഹിരണ്യകശിപു താൻ എതിർക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിനെ പിന്തുടരണോ, ഫോളോ ചെയ്യണോ, തൻ്റെ പുത്രൻ അതിൻ്റെ വക്താവായി മാറണമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. ഇന്നത്തെ നേതാക്കന്മാരുമാരില്ല. ഇന്നത്തെ ആസ്തികന്മാർ ഇൻഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ പൂജ ചെയ്യും, ഭാര്യമാരും മക്കളൊക്കെ അമ്പലത്തിൽ പോകും അല്ലേ, പാവങ്ങളെ വെറുതെ ഇങ്ങനെ പറ്റിക്കും അല്ലേ, അത് പാടില്ല, ഇത് പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, ഈശ്വരനെ ഭരിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഹിരണ്യകശിപു ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്യാത്തത് എൻ്റെ മകനും ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. അതുകൊണ്ട് മകനെ കൊല്ലാൻ പറഞ്ഞു അല്ലേ. എന്തൊക്കെ ദുരിതങ്ങളും ആക്രമങ്ങളും എന്തെല്ലാം അപായങ്ങളും അപായപ്പെടുത്തിയൊക്കെ കൊല്ലാൻ നോക്കി. പക്ഷെ ഭഗവാനെ ശരണമറിഞ്ഞു, പൂർണ്ണമായി ശരണാഗതി അടഞ്ഞ ഭക്തനെ എങ്ങനെ ഭഗവാൻ കൈയൊഴിയാതെ കാത്തുരക്ഷിക്കും എന്ന് പ്രഹ്ലാദന്റെ കഥ നമുക്ക് മനസ്സിലാവും.
നമുക്ക് ആ പ്രഹ്ലാദനെ പോലെ ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കാൻ തോന്നും. ഭഗവാൻ ശരണാഗതി അറിഞ്ഞ ഭക്തനെ ഭഗവാൻ കൈവടിയില്ല എന്ന് കാണിക്കുന്ന ആ പ്രഹ്ലാദന്റെ ചരിത്രം. ഭഗവാൻ നരസിംഹാവതാരമെടുത്ത് ആ പ്രഹ്ലാദൻ രക്ഷിക്കുന്നത്, ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്, ധർമ്മത്തെ രക്ഷിക്കുന്നത്, ഇതൊക്കെയാണ് മൂന്നാമത്തെ ദിവസത്തെ. ആദ്യത്തെ ദിവസം വരാഹാവതാരമാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഋഷഭാവതാരം അത് അവസാനിക്കും. മൂന്നാമത്തെ ദിവസം നമ്മുടെ സമ്പ്രദായം, ചിലരുടെ സമ്പ്രദായത്തിൽ അല്പം വ്യത്യാസമുണ്ട്. ഭദ്രകാളിയിൽ അവസാനിക്കും. പക്ഷേ ഒരു മംഗളസ്ഥാനത്ത് നിർത്തണമെന്നേ ഉള്ളൂ. നമ്മുടെ ഗുരുനാഥൻ, ഭാഗവതത്തിന്റെ ഗുരുനാഥൻ അഭിവന്ദ്യ ജ്ഞാനാനന്ദ സ്വാമി പരിപാടികളാണ്. വലിയൊരു ജീവനോക്തനും ബ്രഹ്മനിഷ്ഠനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ഗുരുനാഥന്മാരുടെ സമ്പ്രദായം ഉണ്ടാവുമല്ലോ. മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരത്തിലാണ് നിൽക്കുക. നാലാമത്തെ ദിവസം പല പല ഭഗവാന്റെ അവതാരങ്ങളുടെ ദിവസമാണ് അല്ലേ. ഒരു ആനയ്ക്ക് പോലും മുക്തി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഹരിയായിട്ട് അവതരിക്കുന്നു. ഭഗവാൻ ആനയാണോ മനുഷ്യനാണോ ദേവനാണോ നോക്കില്ല. ഭക്തി യാതൊരു ദോഷ ഭഗവാൻ, ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുക അല്ലേ. ആ ഉയർന്തന്റെ ഭക്തി കൊണ്ട് ഭഗവാൻ ഒരു ദേവന്മാരും രക്ഷിക്കാൻ വരാതിരുന്ന സമയത്ത് ഹരിയായി അവതരിച്ച ആ ഭക്തനെ ആ മലയുടെ പിടി രക്ഷിച്ച് അജ്ഞാനത്തെ തീർത്ത് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയ ആ നിരേന്ദ്രമോക്ഷ കഥ. പിന്നെ തന്നെ ശരണമടഞ്ഞ ഭക്തന്മാരായ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി പാലാഴി മഥനം നടത്തി അമൃത് ഉത്പാദിപ്പിച്ച് ആ അമൃത അസുരന്മാർ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ മോഹിപ്പിച്ച് മോഹിനി അവതാരം എടുത്ത് മോഹിപ്പിച്ച് ഭഗവാൻ ദേവന്മാർക്ക് പുറത്തിറങ്ങ. പിന്നെ പാലാഴി കടയുന്ന സമയത്ത് പർവ്വതം വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ ഭഗവാൻ കൂർമ്മമായി അവതരിച്ച് പർവ്വതം പാലാഴി മഥനം കഴിയോളം തന്നെ മുതുകിൽ താങ്ങി നിർത്തിക്കൊണ്ട് ആ മഥനം ചെയ്യിച്ച കഥ. പിന്നെ ഭഗവാന്റെ ആ മഹാദേവന്റെ മഹാത്മ്യം, പാലാഴി കടയുന്ന സമയത്ത് കാളകൂട വിഷം വന്നു എല്ലാവരും മരിക്കാൻ പോയ സമയത്ത് ലോകാനുഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ സ്വയം അത് പാനം ചെയ്ത് ആ കഴുത്തില് ശ്രീകണ്ഠനായി നീലകണ്ഠനായി ആ മൃത്യുഞ്ജയൻ മാറിയ അത്ഭുതകരമായ കഥ. ഭഗവാന്റെ ഭക്തവാത്സല്യം, ആ പേരിൽ ശിവരാത്രി ആഘോഷിച്ച കഥ, ഇതൊക്കെ ഈ ഭാഗവത്തിൽ വരും ആ നാലാമത്തെ ദിവസം. പിന്നീട് ഭഗവാൻ ധന്വന്തിരിയായിട്ട് ആയുർവേദ ആചാര്യനായി അമൃതകലശൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ധന്വന്തിരി അവതാരം. പിന്നെ ഭക്തന് അഹങ്കാരം വന്നാൽ അതപ്പതിക്കും ആരായാലും. ഭക്തന് അഹങ്കാരം വന്ന ഭഗവാൻ സഹിക്കില്ല, അത് ഏതെങ്കിലും തട്ടി നീക്കും. തന്റെ പരമഭക്തനാണ്, ധർമ്മനിഷ്ഠനാണ് മഹാബലി. പ്രഹ്ലാദന്റെ പേരക്കുട്ടിയല്ലേ, മോക്ഷത്തിൽ പറഞ്ഞ ആളല്ലേ. അതപ്പതിക്കാൻ ഭഗവാൻ അതപ്പതിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ, തന്റെ സമ്പത്ത് സ്ഥാനമാനങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ടായിട്ടുണ്ടായി ഗർവ് വന്നു അല്ലേ. ത്രൈലോക്യാധിപനാണുള്ള അഭിമാനം വന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ദാനം വാങ്ങാന്ന ഭാവത്തിൽ 3 അടി ഭൂമി ചോദിച്ച് കൊടുത്ത സമയത്ത് ആ 3 ലോകവും നടന്നെടുക്കാൻ പാകത്തിന് വിശ്വരൂപിയായി വളർന്ന് 2 അടി കൊണ്ട് 3 ലോകം വളർന്ന് 3ാമത്തെ അടിയായിട്ട് അവന്റെ അഹങ്കാരത്തെ തന്നെ അളന്നെടുത്ത് അവനെ പരിപൂർണനാക്കി അനുഗ്രഹിച്ച് അങ്ങനെ പൂർണ്ണമായും അഹങ്കാരം ഭഗവാൻ സമർപ്പിച്ച ഭക്തന്റെ ദാസനായി ഭഗവാൻ തീരും. ഒരു ജീവൻ മുക്തന്റെ ദാസനാണ് ഭഗവാൻ. അത് സൂചിപ്പിച്ച് ഇന്നും മഹാബലിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന അത്ഭുതകരമായിട്ടുള്ളതായ ഭഗവാന്റെ ഭക്തവാത്സല്യ കഥ. അതാണ് പിന്നീട് വാമനാവതാരത്തില്. പിന്നെ ഭക്തന് എന്ത് ആപത്ത് വന്നാലും ഭഗവാൻ രക്ഷയ്ക്കുണ്ട്. ഭക്തന് യാതൊരു ശങ്കയില്ല. അംബരീഷിന്റെ കഥയിലൂടെ അംബരീഷിനെ ദ്രോഹിക്കാമെന്ന ദുർവാസാവ് ലോകം മുഴുവൻ ഓടി അവസാനം അംബരീഷിന്റെ കാൽക്ക പോയി ആശ്രയിച്ച് തന്റെ ഗതികേട് വരുത്തിയ ആ അത്ഭുത കഥ അംബരീഷിന്റെ ഭക്തനായ ചരിത്രം, ഭക്തന്റെ ചരിത്രം. പിന്നെ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ പ്രളയം ഉണ്ടാക്കുകയും അതുപോലെ ഒരവതാരമെടുത്ത് മത്സ്യാവതാരമെടുത്ത് വൈവസ്വതമഞ്ഞു എന്ന ഭക്തനെ കാത്തുരക്ഷിച്ചതായ അത്ഭുത കഥ മത്സ്യാവതാരം. പിന്നെ ഭഗവാന്റെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ അവിടുത്തെ മനുഷ്യരെങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് നമ്മളൊക്കെ കടന്നു പോകുന്ന ഉയർച്ചയും താഴ്ചയുള്ള ജീവിതാനുഭവങ്ങളുടെ കടന്നു പോകുന്ന അതിലൊന്നും പതറാതെ ആ ധർമ്മത്തെ ഉയർത്തി കാണിച്ച രാമോ വിഗ്രഹവാൻ ധർമ്മം രാമോ വിഗ്രഹവാൻ ധർമ്മം ഒരു മൂർത്തിയായിട്ട് അവതരിച്ച് ജീവിക്കണ കാണണമെങ്കിൽ ശ്രീരാമനെ നോക്കണം. ഇത് മാരീചനെ കൊണ്ട ശത്രുവിനെ കൊണ്ട വാൽമീകി പറയ വെച്ചത്. ആ അത്ഭുത പുരുഷനായ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചരിതം, ശ്രീരാമാവതാരം. പിന്നെ ഭൂമി ഭരണാധികാരികളൊക്കെ അധർമ്മികളായി കഴിഞ്ഞാൽ ജനങ്ങൾ വേറെ ധർമ്മികളാവും. അപ്പൊ അവരെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ രക്ഷിക്കേണ്ടത് ഈശ്വരധർമ്മമാണ്. അതുവേണ്ടി ഭഗവാൻ പരശുരാമനായിട്ട് അവതരിച്ച അത്ഭുത ചരിത്രം. പിന്നീട് ഭഗവാന്റെ ഭൂഭാരഭൂതന്മാരായ ഒറ്റ ദുഷ്ടന്മാര് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ ഭാരം താങ്ങുവാൻ ചെയ്യാണ്ടായപ്പോ സമയത്ത് ബ്രഹ്മാവി ദേവന്മാരൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ ബലരാമനായും ശ്രീകൃഷ്ണനായിട്ടും അവതാരമെടുക്കുന്നതും. 4ാമത്തെ ദിവസം വൈകുന്നേരം കൃഷ്ണാവതാരത്തോടെയാണ് അന്നത്തെ വായന സമർപ്പണം. കൃഷ്ണാവതാരം പ്രധാന ആൾക്കാർ പറയാറുള്ളൂ ഒരു ദിവസം ഇന്ന അവതാരം എന്ന്. അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വിസ്തരിച്ച് പറയാം, ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. 5ാമത്തെ ദിവസം ഭഗവാന്റെ അത്ഭുത ലീലകള്. മധുരാപുരിയിൽ കൽത്തുറങ്കിൽ കംസന്റെ കൽത്തുറങ്കിൽ പിറന്നുവെങ്കിലും
ഭഗവാന്റെ ജന്മോത്സവം കൊണ്ടാടാനുള്ള മഹാഭാഗ്യം നിഷ്കളങ്കരായ ഗ്രാമീണരായ ഗോകുലവാസികൾക്ക് കിട്ടിയത്. അത് അവരുടെ മനസ്സിന്റെ പരിശുദ്ധിയുടെയും അവരുടെ ആ ഭഗവത് പ്രേമത്തിന്റെയും വലിപ്പം കാണിക്കുക. ഭഗവാന്റെ കൂടെ ആ 12 വർഷം കഴിഞ്ഞു. ഭഗവാൻ 12 വർഷത്തെ ലീല കൊണ്ട് അവരുടെ ഹൃദയത്തിനെ മുഴുവൻ തന്നെ ലയിപ്പിച്ചു. അവർക്കൊക്കെ അവരുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ മോക്ഷം കൊടുത്തിട്ടാണ് ഭഗവാൻ തിരിച്ച് മധുരയിലേക്ക് പോണത്. പിന്നെ തിരിച്ചു പോയിട്ടുമില്ല. അപ്പോൾ ഭഗവാന്റെ ബാലലീലകള്, അത്ഭുതകരമായ ലീലകള്, കാളിയമർദ്ദന ലീല അല്ലേ, പിന്നെയോ ആ ദേവേന്ദ്രന്റെ അഹങ്കാരം തീർത്തത്, ബ്രഹ്മാവിന്റെ അഹങ്കാരം തീർത്തത്, അഗ്നിപാനം ചെയ്തത് അല്ലേ, വരുണ ഭഗവാനെ ജയിച്ച് അച്ഛനെ അവിടെ വരുണപുരിയിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നത്, എത്ര അത്ഭുത കഥകള്. ഭഗവാന്റെ വേണുഗാനം ഗോപിമാരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചത്, അവർ ഭഗവാനെ നാഥനായി ഭഗവാനോട് ഐക്യം പ്രാപിക്കാൻ വേണ്ടി കാത്യായനി വ്രതം അനുഷ്ഠിച്ച് ദേവീ പൂജ നടത്തിയത്. അതിന്റെ ഫലമായിട്ട് രാസലീലയിലൂടെ ഭഗവാൻ അവർക്ക് മുഴുവനും ബ്രഹ്മാനന്ദ അനുഭൂതി, യോഗീശ്വരന്മാർ സമാധിയിൽ അനുഭവിക്കുന്ന ആനന്ദാനുഭൂതി കൊടുത്താൻ അനുഗ്രഹിച്ചത്. ഇങ്ങനെ അത്ഭുതകരമായ ലീലകളൊക്കെ വൃന്ദാവനത്തിൽ നടക്കുന്നതൊക്കെ നമുക്ക് 5-ാമത്തെ ദിവസമാണ് കേൾക്കാൻ പറ്റുക. ഇന്ദ്രന്റെ അഹങ്കാരം ഇന്ദ്രൻ ഗോവിന്ദ പട്ടാഭിഷേകം നടത്തി ഭഗവാന്. ഇതൊക്കെ പിന്നീട് കംസവധം, പിന്നെ ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസം ചെയ്യിക്കണത്, ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി മരിച്ച ഗുരുപുത്രനെ ദക്ഷിണയായി കൊണ്ടുകൊടുക്കുന്നത്, തിരിച്ചു വന്ന് തനിക്ക് വേണ്ടി പ്രാണയെ ധരിച്ചിരിക്കുന്ന ആ അച്ഛനമ്മമാരെയും ഗോപിമാരെയും ആശ്വസിപ്പിക്കാൻ ഭക്തനായ ഉദ്ധവനെ പറഞ്ഞയച്ച് ആ ഉദ്ധവനെ ദൂതുമുഖാന്തരം അവരെ ആശ്വസിപ്പിക്കുന്നത്. പിന്നീട് പലേ ഭാരഭൂതന്മാരായ അസുരന്മാരെ ഭഗവാൻ വധിക്കുന്നു. തൻ്റെ പരമഭക്തനായിട്ടതായ മുകുന്ദന് ഭഗവാൻ യവനെ ഓടിച്ചു കൊണ്ടുപോയി ആ ഗുഹയെ കൊണ്ടുപോയിട്ട് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കണം. അതിനുശേഷം തന്നെ ആത്മാർത്ഥമായി പ്രാപിക്കണമെന്ന് മോഹിക്കുന്ന എല്ലാ ജീവന്മാർക്കും ഭഗവാൻ തടസ്സങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ തട്ടി നീക്കി തന്നോട് ചേർക്കും എന്ന് പ്രഖ്യാപിക്കുന്ന അതിൻ്റെ മകുടോദാഹരണമായ രുക്മിണി വിവാഹം, രുക്മിണി സ്വയംവരം. രുക്മിണിക്ക് എന്തെല്ലാം തടസ്സങ്ങളായിരുന്നു ഭഗവാൻ വിവാഹം കഴിക്കാൻ അല്ലേ. 5 സഹോദരങ്ങൾ തീർത്തു. ആദ്യം കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അച്ഛനമ്മമാര് പിന്നെ സഹോദരന്മാർ തീർത്തപ്പോൾ അവരുടെ ഭാഗം ചേർന്നു അല്ലേ. എന്നിട്ട് പിന്നെ ശിശുപാലൻ, ഭഗവാനെ ദ്വേഷിക്കുന്ന ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു. ആരുണ്ടായി ആ ദേവിക്ക് സഹായം? ആ ദേവി എന്നും ഭരിച്ചുകൊണ്ടിരുന്ന അമ്മ ഭഗവതി തുണയായിട്ട് വന്നു. ബ്രാഹ്മണൻ മുഖാന്തരം ഭഗവാന്റെ വിവരറിയിച്ചു. ഭഗവാൻ എത്ര ശിശുപാലന്മാർ എത്ര രുക്മിമാർ എതിർത്താലും തൻ്റെ അവകാശമായ ദേവിയെ താൻ സ്വീകരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സൈന്യസമേതനായി വന്ന് ദുഷ്ടന്മാരായ അവരൊക്കെ നോക്കി നിൽക്കെ തൻ്റെ അവകാശമായ ദേവിയെ അപഹരിച്ച് അവരൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വിധിപ്രകാരം ദ്വാരയെ കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന രുക്മിണി സ്വയംവരം. പിന്നീട് 6-ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ളതായ മഹിമയെ പ്രകാശിപ്പിക്കുന്ന സ്യമന്തകഥ അല്ലേ. സെമന്തകം ഹേതുവായിട്ട് കൃഷ്ണന് ചീത്തപ്പേര് അല്ലെ, ഫോൾസ് അലിഗേഷൻസ് പലരും പറഞ്ഞു നടന്നു. ഈ നമ്മുടെ സത്രാജിത്ത് കൃഷ്ണൻ അനുജനെ കൊന്നു, മണി കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് വാസ്തവസ്ഥിതി എന്തായിരുന്നു? അതൊക്കെ അന്വേഷണാർത്ഥി ഭഗവാൻ തെളിയിച്ചു. അത് ഹേതുവായിട്ട് ജാമ്പവൻ എന്ന ഭക്തനെ കണ്ട് അനുഗ്രഹിച്ചു. ജാമ്പവതിയെ വിവാഹം കഴിച്ചു. പിന്നീട് കുറ്റബോധം വന്ന സത്രാജിത്ത് തൻ്റെ പുത്രിയും മണിയും ഭഗവാനും കൊണ്ടുകൊടുത്തു. തൻ്റെ ഭക്തയായി സത്യഭാമി വിവാഹം കഴിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത കഥകൾ. പിന്നീട് പരമഭക്തനായിട്ടുള്ളതായ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ചിരകാലാഭിലാഷമായ രാജസൂയം നടത്തിക്കൊടുത്തത്. അത് മുഖാന്തരം ഭൂഭാരഭൂതനും 10,000 ആനയുടെ ശക്തിയുള്ളവനും 20,000-ലേറെ രാജാക്കന്മാരെ അടിമകളാക്കി വെച്ച് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവനുമായ അന്ന് കാലത്തെ ഏറ്റവും വലിയൊരു ഭീകരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഗുണ്ടാവെന്ന് പറഞ്ഞാൽ പോയി, ഇന്ന് ഭീകരൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അവനായിരുന്നു ഈ ജരാസന്ധൻ. ഈ ജരാസന്ധനെ വധിച്ച് ആ രാജാക്കന്മാർക്ക് മുഴുവൻ അഭയം കൊടുക്കുന്നത്, അവരെ മുഴുവൻ പരമഭക്തന്മാരായി മാറ്റിയത്, അവരൊക്കെ രാജസ്വയത്തിന് ക്ഷണിക്കുന്നത് ഭഗവാൻ തിരിച്ചു വന്നിട്ട് ഭഗവാന്റെ നിറസാന്നിധ്യത്തോടുകൂടി ഭക്തന്റെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കുന്ന മഹാരാജസ്വയാഗം നടത്തുന്നത്. പിന്നീട് ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ളതായ ഭക്തവാത്സല്യം പ്രകാശിപ്പിച്ച കുചേലന്റെ കഥ അല്ലേ. പരമഭക്തനായ കുചേലന് തൻ്റെ ഒരുപിടി അവര് കഴിച്ച് ഭഗവാൻ തൻ്റെ സ്വത്തിൽ പാതിയും കൊടുത്ത് അനുഗ്രഹിച്ചതായ അത്ഭുത കഥ. അങ്ങനെ ഒരുപാട് കഥകൾ, രാജസൂയം, ഞാൻ തുടങ്ങിയിട്ടുള്ള അനേകം ഭഗവാന്റെ മുതിർന്നതിന് ശേഷമുള്ള കഥകളാണ് 6-ാം ദിവസത്തിൽ വരാൻ പറ്റുക. പിന്നെ ഭാഗവധർമ്മം, ഭാഗവതത്തിന്റെ സാരം നവയോഗി ഉപദേശത്തിലൂടെ ഭാഗവധർമ്മം എന്ന രൂപേണ അത് വസുദേവർക്ക് നാരദ മഹർഷി കേൾപ്പിക്കുന്നത്. അതാണ് പിന്നെ 6-ാമത്തെ ദിവസത്തിൽ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് 7-ാമത്തെ ദിവസം ആകുമ്പോൾ വീണ്ടും ഭഗവാന്റെ പരമഭക്തനായ ഉദ്ധവൻ ഭഗവാന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയാണെന്ന് ബോധ്യമായി. കാരണം ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആണ് അവിടെ വംശത്തിനൊരു ശാപം ഉണ്ടായെന്ന് ഉദ്ധവന് മനസ്സിലായി. ആ ശാപം നീക്കാൻ കഴിവുണ്ടായിട്ടും ഭഗവാൻ നീക്കിയില്ലല്ലോ. അപ്പോൾ ഭഗവാനെ സമീപിച്ചുകൊണ്ട് ഭഗവാനെ
അവിടുത്തെ പിരിയാൻ എനിക്ക് വയ്യ, അവിടുത്തെ ദിവ്യ ലോകത്തേക്ക് എന്നെയും കൊണ്ടുപോകണം എന്നുള്ള സമയത്ത് ഭഗവാൻ ഉദ്ധവനെ കൊണ്ടുപോകാതെ ഉദ്ധവന് ഭഗവാനിലെത്താനുള്ള ഗൂഗിൾ മാപ്പ് എന്ന് എന്താ ഭാഷ പറയും. അതാണ് വാസ്തവത്തിൽ ഈ ഉദ്ധവ ഉപദേശം. അവിടെ എല്ലാ സ്ക്രിപ്റ്റേഴ്സും ആണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ്, വൈകുണ്ഠത്തിലേക്കുള്ള ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പറയാം, നമ്മൾ അതിൽ യാത്ര ചെയ്താലേ അവിടെ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇത് അതിനുള്ള വഴിയാണ്. അപ്പൊ അത് ഭഗവാൻ അന്ന് ഉദ്ധവനെ കൊണ്ടുപോയിച്ചാൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുള്ളൂ അല്ലേ? ഭഗവാൻ നമ്മളോടുള്ള കാര്യം കൊണ്ട് ഉദ്ധവനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊക്കെ വൈകുണ്ഠത്തിലെത്താനുള്ള വഴിയാണ് ഈ ഏകാദശത്തിൽ പറഞ്ഞു തരുന്നത്. ആ വിശിച്ചിട്ടുള്ള ഉപദേശമാണത്. അതിൽ ഹംസഗീത വരുന്നുണ്ട്, ഭിക്ഷുഗീത വരുന്നുണ്ട്, അയിളഗീത വരുന്നുണ്ട്, പല പല ആഖ്യാനങ്ങളും അതിലൂടെയുള്ള തത്വോപദേശങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഭഗവാൻ ഉപനിഷസാരത്തെ ഈ ഉദ്ധവന് പറഞ്ഞു കൊടുത്ത് ഉദ്ധവനെ കൃതകൃത്യനാക്കി, എന്ന ജീവൻമുക്തനാക്കി അദ്ദേഹനെ തപസ്സിന് ഉപദേശമൊക്കെ മനനം ചെയ്ത് ധ്യാനം ചെയ്ത് അനുഭവത്തിൽ വരുത്താൻ വേണ്ടി തൻ്റെ പുണ്യധാമമായ ബദരീനാഥിലേക്ക് അയക്കുന്നത് ഉദ്ധവൻ്റെ ബദരീ യാത്ര. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗമാണത്. അതിനുശേഷം ഭഗവാന്റെ സ്വധാമഗമനം. പിന്നീട് ആരംഭിച്ചത് കലികാല വർണ്ണന. കലികാലത്ത് ജനങ്ങളൊക്കെ അധർമ്മികളായി തീരും, അൽപായുസുകളായി തീരും, ദുരാഗ്രഹികളായി തീരും, പരസ്പരം വെട്ടി മരിക്കാനിട വരും, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം അവിടെയും സജ്ജനങ്ങൾ ഭഗവാനെ മുറുകെ പിടിച്ച് ആശ്രയിക്കുമ്പോൾ ആ സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ രക്ഷിക്കാനും വേണ്ടി ഭഗവാൻ ഈ കലിയുഗത്തിന്റെ അവസാനത്തിൽ കൽക്കിയായിട്ട് അവതരിക്കും. കൽക്കി അവതാരം അത് അവതരിച്ചാൽ പിന്നെ കലിയുഗമില്ല. കലിയുഗം കഴിയാറാകുമ്പോഴാണ് വരിക. പിന്നെ കലിയുഗം കഴിഞ്ഞ് കൃതയുഗം പുനഃസ്ഥാപനം ചെയ്യും ഭഗവാൻ. അപ്പം കലിക്ക് ഇപ്പം അവതരിച്ചിട്ടില്ല, പലരും കലിക്ക് അവതരിച്ചു എന്നൊക്കെ തിരിച്ചറിയുന്നുണ്ട്. കലിക്ക് അവതരിച്ചാൽ പിന്നെ കലിയുഗം ഇല്ല. കലിയുഗം 1,00,000-ഓളം വർഷങ്ങളിൽ 5,000 ആയിട്ടുള്ളൂ. ഭഗവാൻ കൽക്കിയായി വന്നാൽ പിന്നെ കലിയുഗം കഴിഞ്ഞു, കൃതയുഗമായി. ഇതാണ് കൽക്കി അവതാരം. അങ്ങനെ അത് കലിയുഗത്തിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോണതാണ്. പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവിന് പരമോപദേശം, ബ്രഹ്മോപദേശം, തത്വമസി മഹാവാക്യ ഉപദേശമാണ് ശുഖബ്രഹ്മർഷിയുടെ. ആ ഉപദേശം കേട്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭൂതി അദ്ദേഹത്തിന് വന്നു. സർഗരാചരങ്ങളും ഭഗവന്മയമായി അനുഭവപ്പെട്ടു. ആ മനസ്സ് ഭഗവാനിൽ ലയിച്ചു. അങ്ങനെ ആ പരീക്ഷത്തിന്റെ മുക്തിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് പുരാണങ്ങളുടെ മുഴുവൻ പരമ ആചാര്യനാണ് ആര്? മാർക്കണ്ഡേയ മഹർഷി. ആ മാർക്കണ്ഡേയ മഹർഷിയുടെ ചരിത്രം, മാർക്കണ്ഡേയ മഹർഷി മായയെ ദർശിച്ചത്, അതെല്ലാം പറഞ്ഞു. ബാലമുകുന്ദനായി ഭഗവാൻ അതിന് ദർശനം കൊടുത്തത്. അതിനുശേഷം ഉമാമഹേശ്വര ദർശനം, പാർവതീ പരമേശ്വരന്മാര് മായാജയം കഴിഞ്ഞിരിക്കുന്ന ആ മാർക്കണ്ഡേയ മഹർഷിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വരുന്നത്, പുരാണങ്ങളുടെ മുഴുവൻ ആചാര്യനായി അദ്ദേഹനെ അവരോധിക്കുന്നത് ഈ കഥകൾ. പിന്നെ ഭാഗവതത്തിൽ അതുവരെ പറഞ്ഞ എല്ലാം 12ാമത്തെ അധ്യായത്തിൽ ചുരുക്കി ഒന്ന് മനനം നടത്തുകയാണ്, ഒന്ന് അനുസ്മരിക്കുന്ന ആ ഭാഗവത സംഗ്രഹം. അങ്ങനെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം 13ാം അധ്യായത്തിൽ ഒന്നും കൂടി പറഞ്ഞ് ഭാഗവതം ഈ പുരാണങ്ങളുടെ തൊടുകുറിയാണ്. പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ സ്ഥാനത്ത് അലങ്കരിക്കുന്നത് ഭാഗവതമാണ്. നദികളിൽ ഗംഗ ആണ്, വേറെ നദിയില്ല. ഉണ്ടോ? ഇല്ല. നദികളിൽ ഗംഗയുടെ സ്ഥാനമാണ് പുരാണങ്ങളിൽ ഭാഗവതത്തിന്. ക്ഷേത്രങ്ങളിൽ കാശി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വേറൊന്നിനുമില്ല. ആ ക്ഷേത്രങ്ങളിൽ കാശിയെ പോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതം. ദേവതകളിൽ വിഷ്ണുവാണ് ഏറ്റവും പ്രധാനി. അതുപോലെയാണ് ദേവതകളിൽ വിഷ്ണുവിന്റെ സ്ഥാനം പോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതത്തിന്റെ സ്ഥാനം. വിഷ്ണു ഭക്തന്മാരിൽ മഹാദേവനാണ് ഒന്നാമത്തെ വൈഷ്ണവൻ. അതുപോലെയാണ് പുരാണങ്ങളിൽ ഭാഗവതത്തിന്റെ സ്ഥാനം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവത രസം കിട്ടിയാൽ ഈ ലൗകിക രസമൊക്കെ നമ്മുടെ മനസ്സിൽ തനത്താനെ പോകും. പനി പിടിച്ച നാവിന് രുചി ഉണ്ടാവില്ലല്ലോ. ഇതുമാതിരി ഈ ലൗകിക വിഷയങ്ങളിൽ നമുക്ക് ആസക്തി ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ കഥകളിലൊന്നും രുചി വരില്ല. മനസ്സിലായോ? നേരെ മറിച്ച് ഈ ഭാഗവതം അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലോ, മരുന്ന് അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പനി രോഗം അങ്ങോട്ട് മാറുമ്പോൾ നാവിന് രുചി വരാൻ തുടങ്ങില്ലേ? ഇതുപോലെയാണ് നമുക്ക് ഈശ്വരകാര്യങ്ങളിൽ രുചി വരും. ഭാഗവതം നമ്മുടെ വിഷയപ്പനി ഇല്ലാണ്ടാക്കി തീർക്കും. അവസാനമോ നമ്മളെ ഓരോരുത്തരും പരമാനന്ദത്തിലേക്ക്, ശാശ്വതമായ ഈശ്വരാനുഭൂതിയിലേക്ക്, ആത്മാനുഭവത്തിലേക്ക് നയിക്കും. 7 ദിവസം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അവിടെ എത്തിക്കാൻ കെൽപ്പുള്ള ഒരു മഹാപുണ്യ ഗ്രന്ഥമാണ്, ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ഗ്രന്ഥമാണ് ഈ ശ്രീമദ് ഭാഗവതം. അതങ്ങനെ 7 ദിവസം കൊണ്ട് ക്രമബദ്ധമായി വായിച്ച് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ആ അനുഭൂതിയിലേക്ക് നമ്മളെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ശുഖബ്രഹ്മർഷി ഈ ശ്രീമദ് ഭാഗവതയുടെ സപ്താഹത്തിലൂടെ ചെയ്യുന്നത്. അതാണിപ്പോൾ ഇന്ന് മഹാത്മ്യം കഴിഞ്ഞും നാളെ മുതൽ സിദ്ധാലയേശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ മരുത്തൂരിലുള്ള നെയ്യാറ്റിൻകരയുള്ള ആശ്രമത്തിൽ നമ്മൾ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഇത്രയും സമയം കുറച്ച് കൂടിപ്പോയി തോന്നുന്നു എനിക്ക്. ഇല്ല, എന്നാലും 7 ദിവസം അതിലെ കുറച്ച് വീതം പറഞ്ഞെങ്കിൽ പോലും ഈ 7 ദിവസവും വന്ന് സപ്താഹം കേട്ട ഒരു അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായത്.
അതുകൊണ്ട് ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി ചെലവഴിച്ച സ്വാമി അവറുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അടുത്ത സങ്കല്പം നിശ്ചയം.